ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാൽ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. ഇനിയിപ്പോ നെക്സ്റ്റ് വീക്ക് പ്രമോ വിശേഷം നമ്മൾ നാളെ വൈകിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നാളെ വിശേഷം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ശനിയാഴ്ച 1 വീക്ക് പ്രമോ ചെയ്യാത്തത് കേട്ടോ. അപ്പൊ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അങ്ങനെ അവസാന ഭാഗമായിട്ട് കണ്ടത് വേറെ ഒന്നുമല്ല, നമ്മുടെ സച്ചിയും രേവതിയും കൂടെ ആ ഒരു ടെക്സ്റ്റൈൽസിൽ നിന്നും ഇറങ്ങിയൊക്കെ വരികയാണ്. അങ്ങനെ കാറിനകത്ത് പൊക്കോണ്ടിരിക്കുന്നു. നമ്മുടെ രേവതിക്ക് ഒരുപാട് സന്തോഷമായി. സച്ചിക്ക് ഒരു ചെറിയ കുശുമ്പും അസൂയൊക്കെ തോന്നിയില്ലോ, മറ്റേ ആ ഒരു സെയിൽസ്മാന് സാരിയൊക്കെ വെച്ച് കൊടുക്കുന്നത് കണ്ടപ്പം. അപ്പൊ ഇത് കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ രേവതി പറയുകയാണ്, എനിക്കിനി വേറെ ഒന്നും വേണ്ട, കാരണം സച്ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തില്ല, അത് എന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി അതൊന്നും അംഗീകരിക്കുന്നില്ല കേട്ടോ. സച്ചി സമ്മതിച്ചു കൊടുക്കുമോ? സച്ചി സമ്മതിച്ചു കൊടുക്കുന്നില്ല. അങ്ങനെ ഇവര് സംസാരിച്ച് ഇങ്ങനെ വണ്ടി പൊക്കോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് 3-4 പേര് വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വന്നങ്ങ് ചാടുന്നത്. സച്ചി നോക്കിയപ്പോ 3-4 പേര് ഈ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് ബൈക്ക് നിർത്തുന്നു, ഇറങ്ങി വരുന്നു. പേടിച്ചു പോയി രേവതിയും സച്ചി പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിയിട്ട് എന്താണോ ഈ കാണിക്കുന്നത്, എന്ത് പരിപാടിയായി കാണിക്കുന്നത്, ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ മുമ്പിലേക്കാണോ ബൈക്ക് കയറ്റി വെക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെ, ഞങ്ങൾ വന്നത് വേറെ ഒന്നിനുമല്ല, ഈ വണ്ടി കൊണ്ടുപോകാനാന്ന് പറഞ്ഞു. വണ്ടി കൊണ്ടുപോകാനോ? എന്തിനാ വണ്ടി കൊണ്ടുപോകുന്നത്? വണ്ടി കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് തനിക്ക് അറിയണോടോ? ഇത് ആരുടെ വണ്ടിയാ? ഇത് ആരുടെ വണ്ടിയാന്ന് തനിക്ക് അറിയാലോ. ഇത് ഞാൻ വാടകയ്ക്ക് ഓടിക്കുന്ന എന്റെ വണ്ടി. വാടകയ്ക്ക് ഓടിക്കുന്ന വണ്ടി, പക്ഷെ തന്റെ വണ്ടിയല്ല, ഞങ്ങളെ പറഞ്ഞു വിട്ടേക്കുന്നത് ആ ഫൈനാൻസറാണ്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, നിങ്ങൾ ഒരാഴ്ചയായിട്ട് വാടക കൊടുക്കുന്നില്ല, അതുപോലെ തന്നെ വണ്ടിയുടെ CC അടയ്ക്കാൻ പറ്റുന്നുമില്ല, അപ്പൊ അതുകൊണ്ട് വണ്ടി തിരിച്ച് ഞങ്ങൾ കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞപ്പോ അത് പറ്റത്തൊന്നുമില്ല, ഇത് ഞാൻ എടുത്തോണ്ട് വന്ന വണ്ടിയാണെങ്കിൽ എനിക്കിത് അയാൾക്ക് കൊണ്ടു കൊടുക്കാൻ അറിയാം, അല്ലാതെ എന്റെ അടുത്തുനിന്ന് ഈ വണ്ടി കൊണ്ടുപോയി നിങ്ങൾ വിവരം അറിയുന്നു പറഞ്ഞപ്പം ഓഹോ അങ്ങനെ അറിയുമോ? ഞങ്ങൾ 3-4 പേരുണ്ട്, വിവരം ആരാ അറിയണതെന്ന് അറിയണോ? പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് തന്റെ വണ്ടി അല്ലാത്തത് കൊണ്ട് തന്നെ ഇനി കേസിന് പോയാലും ഇതിന്റെ ഉടമസ്ഥന് വിട്ടുകൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ബലവും മസിലും ഒന്നും പിടിക്കാതെ ഈ വണ്ടി ഇങ്ങ് തരാൻ പറഞ്ഞു. ഏതായാലും നമ്മുടെ സച്ചി ഒത്തിരി വലിയ പ്രശ്നത്തിനൊന്നും പോകുന്നില്ല കേട്ടോ. കാരണം സച്ചിക്ക് അറിയാം ന്യായം അവരുടെ ഭാഗത്താണ്. വേറൊരാളുടെ വണ്ടി ഓടിക്കാൻ കിട്ടുകയാണെങ്കിൽ അത് ഓടിച്ചതിന്റെ വാടക കൊടുത്തില്ലെങ്കിൽ കൊണ്ടുപോകും. ഏതായാലും സച്ചിക്ക് ഭയങ്കര വിഷമമായി പോയി. പക്ഷെ ഒരാഴ്ചത്തെ വാടക മാത്രമാണ് കൊടുക്കാനുള്ളത്. അത് സച്ചി പറയുകയും ചെയ്തു, ഞാൻ മാസം തോറുമാണല്ലോ വാടക അയാൾക്ക് കൊടുക്കുന്നത്, ഇത് ഒരാഴ്ചത്തെ വാടക കൊടുത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇത് നിങ്ങൾ എന്ത് ഇതിലാണ് നിങ്ങൾ വണ്ടി എടുത്തോണ്ട്, ഇതിന് എന്ത് ന്യായമാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെയാ ഞങ്ങളുടെ ന്യായം, ഞങ്ങളുടെ മുതലാളി പറഞ്ഞാൽ ഞങ്ങൾക്ക് കേട്ടേ പറ്റൂ, ഇത് ഞങ്ങളുടെ അന്നമാണ്, ഞങ്ങൾക്ക് മുതലാളി പറയുന്നത് കേട്ട് ചെയ്തേ പറ്റൂ, അതുകൊണ്ട് എന്റെ പൊന്നു സാറ് മാറി ഞങ്ങൾക്ക് വണ്ടി കൊണ്ടുപോയേ പറ്റൂ എന്ന് പറഞ്ഞ് അവന്മാരും വണ്ടിയും കൊണ്ടും അങ്ങ് പോയി. എന്ത് ചെയ്യാനാ, നമ്മുടെ രേവതിയും സച്ചിയും ആകെപ്പാടി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ സച്ചി പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യാനോ എനിക്കറിയില്ല, വണ്ടി കൊണ്ടുപോയല്ലോ, സ്വന്തം വണ്ടിയില്ല, വാടക വണ്ടിയില്ല, എന്റെ ഒരു ഗതികേട്, ഓരോന്നിനെ എടുത്ത് തലയെ വെച്ചാൽ ഇങ്ങനെ ഇരിക്കുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, എന്തിനാ സച്ചേട്ടെ എന്നെ വെറുതെ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ എന്താ ചെയ്തത്? നീ ഒന്നും ചെയ്തില്ലല്ലേ, നീ കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, എങ്കിൽ പിന്നെ വണ്ടിയില്ലാതെ നമ്മൾ എങ്ങനെ വീട്ടിൽ പോകുന്നത്, എങ്കിൽ പിന്നെ നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, തിരിച്ചു പോകാനോ? എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാനൊന്നും പറ്റില്ല, ഞാൻ തിരിച്ചു പോകുന്നില്ല, അത് അച്ഛന് വിഷമാകും, അറിയാലോ, അച്ഛൻ എന്നെ നിർബന്ധിച്ചാണ് നിന്റെ വീട്ടിലേക്ക് വിടുന്നത്, അച്ഛൻ കാരണം ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുന്നത്, അപ്പം ഇതൊക്കെ അച്ഛന് വണ്ടി വാടകക്കാർ കൊണ്ടുപോയി എന്നൊക്കെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് വിഷമാവും, അതുകൊണ്ട് അതൊന്നും പറ്റത്തില്ല, നിന്റെ വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും രേവതി പറഞ്ഞു, എങ്കിൽ പോകാന്നും പറഞ്ഞ് ഇവർ ഒരു ഓട്ടോ പിടിച്ചാണ് വീട്ടിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് ചെല്ലുന്ന ഉടനെ തന്നെ അവിടെയുള്ള അയലോക്കംകാരൊക്കെ നമ്മുടെ സച്ചിനെ കണ്ടത് ഓടി വരികയാണ് കേട്ടോ. കാരണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ നമ്മുടെ സച്ചിയുടെ ആ ഒരു ക്യാരക്ടറും സംസാരവും ഒക്കെ. അങ്ങനെ ഓടി വന്നിട്ട് ഇതാ ആരാ ഇത്, സച്ചിമോനോ? അല്ല, സച്ചിമോന്റെ അച്ഛന് കുറഞ്ഞോ? ഞങ്ങൾ അസുഖമെന്നൊക്കെ അറിഞ്ഞായിരുന്നു കേട്ടോ, ഇപ്പൊ കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും കുറവുണ്ട്, ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, ഇത് നിങ്ങളുടെ ആദ്യത്തെ ദീപാവലി ആണല്ലോ, അതുകൊണ്ട് അടിച്ചങ്ങോട്ട് പൊളിക്കിട്ടോ മക്കളെ, ഇനി ഇപ്പൊ അടുത്ത ദീപാവലിക്ക് വരുമ്പോ ഇങ്ങനെ വന്നാ പോരാ, ഒരാളും കൂടെ വേണം, ഒരു കുഞ്ഞും കൂടെ വേണം എന്ന് പറഞ്ഞു. അപ്പൊ സച്ചി പറഞ്ഞു, കുഞ്ഞോ? ഇനിയിപ്പം ഏതെങ്കിലും കുഞ്ഞിനെ തട്ടിക്കൊണ്ട് വന്നിട്ട് എന്നെ ജയിലിൽ കൊണ്ടുപോകാനാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് കൂടെ നിന്ന് വേറൊരു ചേച്ചി പറഞ്ഞത്, അല്ല സച്ചിമോൻ ഇതുവരെ മനസ്സിലായില്ലേ, ഞാൻ വേറൊന്നും അല്ല പറഞ്ഞത്, ഞങ്ങൾ വേറൊന്നും അല്ല പറഞ്ഞത്, ഇനി വരുമ്പോ നിങ്ങൾക്ക് ഒരു കുട്ടിയും കൂടെ വേണം, ആ കുട്ടീനെ ആയിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാന്, ഞങ്ങളുടെ രേവതിക്ക് തങ്കക്കുടം പോലത്തെ ഒരു സച്ചിക്കുട്ടനെയോ കുട്ടീനെയോ കൊടുക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ രേവതിക്ക് ചെറിയ നാണമൊക്കെ വന്നു. സച്ചി ആണെങ്കിൽ പിന്നെ ഇനിയിപ്പോ അതിന്റെ കുറവും കൂടെ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ സച്ചി അകത്തേക്ക് കയറി പോവുകയാണ്. അങ്ങനെ ലക്ഷ്മിയും ദേവും ശരത്തും ഒക്കെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയി അവര് എന്താ പറയുക, വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ സച്ചിയോട് പെരുമാറുകയും
സച്ചിക്ക് ഓരോ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പം ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി എന്തോ ചിക്കനൊക്കെ മേടിക്കാൻ വേണ്ടി ശരത്തിന് ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞു വിടുന്നു. അതിന്റെ ഇടയ്ക്ക് ദീപാവലിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരണം, പടക്കങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് ഇതിന്റെ ഇടയ്ക്ക് കാണിക്കുന്നത് നമ്മുടെ വർഷേനെയും ശ്രീകാന്തിനെയാണ്. അങ്ങനെ വർഷയും ശ്രീകാന്തും ദീപാവലി ആഘോഷിക്കാനുള്ള ആ ഒരു കാര്യങ്ങളിലൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ വർഷയുടെ കാലിന് ചെറിയ പരുക്ക് പറ്റുന്നുണ്ട്. അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് ദീപാവലിയുടെ തലേ ദിവസവും പടക്കമൊക്കെ പൊട്ടിക്കൂല്ലോ. അപ്പൊ അങ്ങനെ പടക്കം പൊട്ടിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ പണ്ടത്തെ റോഷനില്ലേ, ആ റോഷന് നമ്മുടെ വർഷയ്ക്കും ശ്രീകാന്തിനും പണി കൊടുക്കാൻ വേണ്ടി വരികയാണ്. അപ്പം ഇവര് പടക്കം പൊട്ടിച്ചുകൊണ്ടിരുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ വർഷയുടെ അല്ല ശ്രീകാന്ത് അകത്ത് കയറി പോയത്. അപ്പൊ വർഷ പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൻ വണ്ടി കൊണ്ടുവന്ന് വർഷേനെ ഇടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ വർഷേനെ ഇടിക്കുന്നില്ല. പക്ഷെ വർഷ പെട്ടെന്ന് പുറകിലേക്ക് പോയി സ്ലിപ്പാകുകയും കാലൊന്ന് ചെറുതായിട്ട് മുറിയുകയും ചെയ്യുന്നുണ്ട്. അപ്പം ശ്രീകാന്ത് ഓടി വന്നിട്ട് കാലൊക്കെ നന്നായിട്ട് കെട്ടിക്കൊടുക്കുന്നു, കെയർ ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുക ഒക്കെ ചെയ്യാണ് നമ്മുടെ ശ്രീകാന്ത്. അപ്പൊ ശ്രീകാന്ത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും വർഷയ്ക്ക് ഭയങ്കര സന്തോഷമാകട്ടെ. നമ്മുടെ ഭർത്താക്കന്മാരുടെ കെയറിങ് അതേതൊരു സ്ത്രീയാണല്ലേ ആഗ്രഹിക്കാത്തത്? ആ ഒരു കെയറിംഗ് ആണ് നമ്മുടെ വർഷയ്ക്ക് കിട്ടുന്നത്. അപ്പൊ വർഷയാണെങ്കിൽ സാരമില്ല, കുഴപ്പമില്ലാതൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ഫസ്റ്റ് എയ്ഡ് എന്ന രീതിയിൽ കുറച്ച് എന്തൊക്കെയോ തുണിയൊക്കെ വെച്ച് കെട്ടി, മരുന്നൊക്കെ വെച്ച് കെട്ടി കൊടുത്തു. അതിനിടയിൽ നമ്മുടെ ശ്രുതി എണീക്കുമ്പോൾ അറിയാതെ ദേഹത്ത് വീണു പോകുന്നു. അപ്പം അവരുടെ ആ ഒരു ഫസ്റ്റ് നൈറ്റ് അവിടെ തുടങ്ങാണ് കേട്ടോ. അന്ന് രാത്രിയാണ് സത്യം പറഞ്ഞ അവരുടെ ഒരു ഫസ്റ്റ് നൈറ്റ് തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ വീണ്ടും കാണിക്കുന്ന നമ്മുടെ സച്ചിനെയും രേവതിനെയും തന്നെയാണ്. അങ്ങനെ സച്ചി ഒരിടത്ത്, രേവതി ഒരിടത്ത് അങ്ങനെ കിടക്കുകയാണ്. സച്ചി രേവതി ഒരു റൂമിലാണ് കിടക്കുന്നത്. പക്ഷെ രണ്ടുപേരും രണ്ടിടത്ത് കിടക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിൽ വേറൊരു സംഭവം കൂടെ ഉണ്ട്. അത് മിസ്സായിപ്പോയി, അതും പറഞ്ഞേക്കാം. വേറെ ഒന്നുമല്ല, നമ്മുടെ സച്ചിക്കാണെങ്കിൽ വണ്ടി കൊണ്ടുപോയല്ലോ. അപ്പൊ വണ്ടി കൊണ്ടുപോയത് കൊണ്ട് തന്നെ സച്ചിക്ക് ഒരു ഉറക്കവും കിട്ടുന്നില്ല. അപ്പൊ സച്ചു പറഞ്ഞു ഏതായാലും ഞാൻ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വരട്ടെ രേവതി എന്ന് പറഞ്ഞപ്പോ രേവതി പറഞ്ഞു ഇപ്പൊ എന്തിനാ പോകുന്നത്, അത് ഫൈനാൻസർ കൊണ്ടുപോയതാണല്ലോ, പിന്നെ എന്തിനാ സച്ചിയേട്ടൻ ഇപ്പൊ പോകുന്നതെന്ന് ചോദിച്ചപ്പോ എനിക്ക് പോയേ പറ്റൂ, എന്റെ വണ്ടിയുടെ കാര്യം നിനക്ക് പറഞ്ഞാൽ മനസ്സിലായി, കുടുംബം ഞാൻ നോക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ, ആ വാടക വണ്ടി വെച്ചാ, അതുകൊണ്ട് തന്നെ എനിക്കത് അറിഞ്ഞേ പറ്റൂ. അങ്ങനെ വെറുതെ ഒരാഴ്ച പൈസ കൊടുക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ആ വണ്ടി പിടിച്ചോണ്ട് പോയത്, അത് ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി എന്താ ചെയ്യുന്നത്, നേരെ ഫൈനാൻസറുടെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഫൈനാൻസറുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഗുണ്ടകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം സച്ചിയോട് ചോദിക്കുക എന്താന്ന് ചോദിക്കുമ്പോഴത്തേക്കും സച്ചി ഒരു പ്രാവശ്യം അവിടെ നിന്ന് വഴക്കുണ്ടാക്കിക്കൊണ്ട് പോയത് കൊണ്ട് തന്നെ സച്ചിനെ അവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. സച്ചി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ മറ്റേ അസുഖത്തിന്റെ കാര്യം പറഞ്ഞ് പൈസ ചോദിക്കാൻ വന്നപ്പോൾ അന്ന് വഴക്കുണ്ടാക്കിയിട്ട് പോയല്ലോ. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുള്ളിക്കാരനും ആ ഒരു വൈരാഗ്യം വെച്ചാണ് ഈ വാടക വണ്ടി എടുത്തോണ്ട് പോകുന്നത്. അപ്പൊ സച്ചിക്കും അത് അറിയാം, അതുകൊണ്ട് തന്നെ വാടക വണ്ടി കൊണ്ടുപോകുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് കയറി ചെന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് ഗുണ്ടകൾ പറഞ്ഞു അകത്തേക്ക് കയറി പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അയാളെ കണ്ടേ പറ്റൂ, എനിക്ക് കാണണം, ഞാൻ ഇത്രയും ദിവസം ഓടിച്ച വണ്ടിയുടെ ഓണറാണ്, അങ്ങനെ പെട്ടെന്ന് ഒരാൾ വന്ന് എന്റെ വണ്ടി എടുത്തോണ്ട് പോയത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ നിർബന്ധം പിടിക്കുകയാണ്. അപ്പോഴത്തേക്കും ആ ഫൈനാൻസർ ആർക്കോ പൈസ കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ആരോ കട തുടങ്ങാൻ വേണ്ടി പൈസ മേടിക്കാൻ വന്നു, അപ്പൊ നിങ്ങൾ ഐശ്വര്യമായിട്ട് കട തുടങ്ങുന്നൊക്കെ പറഞ്ഞ് പൈസ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ ഫൈനാൻസറുടെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ട് പോയവരൊക്കെ മുടിഞ്ഞിട്ടേ ഉള്ളൂ, അത് വേറെ കാര്യം. അങ്ങനെ സച്ചി അകത്തേക്ക് ചെല്ലുകയാണ്. സച്ചി അകത്തേക്ക് എന്നിട്ട് പറഞ്ഞു അതെ എന്തിനാ സാറേ എന്റെ വണ്ടി എടുത്തോണ്ട് പോയെന്ന് ചോദിച്ചു. സാറേ എന്നൊന്നും വിളിച്ചില്ല കേട്ടോ. എന്തിനാ നിങ്ങൾ എന്റെ വണ്ടി എടുത്തോണ്ട് പോയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഓഹോ അത് സച്ചി നിനക്ക് അറിയത്തില്ല ഞാൻ എന്തിനാ വണ്ടി എടുത്തോണ്ട് പോയെന്ന്. ഞാൻ തന്റെ വണ്ടി എടുത്തോണ്ട് പോകുന്നത് വേറൊന്നിനുമല്ല, അത് തന്റെ വണ്ടിയല്ലല്ലോ, അത് എന്റെ വണ്ടിയല്ലേ, അതെനിക്ക് ഇഷ്ടമുള്ളപ്പോൾ എടുക്കാൻ തോന്നി ഞാൻ എടുത്തോണ്ട് പോകുന്നു. പിന്നെ നിങ്ങൾ ഒരാഴ്ചത്തെ വാടക തരാനില്ലേ, അതിന് എന്റെ പൊന്നോ ഞാൻ ഒരാഴ്ചത്തെ വാടകയാണോ ഒരു മാസമല്ലേ ഞാൻ തരുന്നത്, തരില്ലേ, എന്റെ അച്ഛന് അസുഖമാണെന്ന് നിങ്ങളോട് പറഞ്ഞതല്ലേ, അതിന്റെ പേരിലല്ലേ ഞാൻ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കിയത്. ഓഹോ അപ്പൊ സച്ചി നിനക്ക് അതൊക്കെ ഓർമ്മയുണ്ടല്ലേ, അതിന്റെ പേരിൽ വന്ന് നിങ്ങൾ വഴക്കുണ്ടാക്കി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചില്ലേ. അപ്പൊ പിന്നെ എന്റെ വണ്ടി നിങ്ങൾ ഓടിക്കേണ്ട, നിങ്ങൾക്ക് ഞാൻ എന്റെ വണ്ടി ഓടിക്കാൻ തരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചിയോട് അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഏതായാലും സച്ചിയോട് പറഞ്ഞു എന്റെ വണ്ടി തരില്ല, നിങ്ങൾ ഇവിടുന്ന് പൊക്കോ എന്ന് പറഞ്ഞ് ആ ഫൈനാൻസർ അവിടെ നിന്ന് പറഞ്ഞു വിടുക. സച്ചി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. സച്ചി ഈ വിഷമം മൂത്തിട്ട് എന്ത് ചെയ്യുന്നു, നേരെ ചെന്ന് ബാറിൽ കയറുന്നു, 3-4 പെഗ് അടിക്കുന്നു, നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു. എങ്ങോട്ടേക്ക്, നമ്മുടെ രേവതിയുടെയും ലക്ഷ്മിയുടെ ഒക്കെ അടുത്തേക്ക്. ആകെ പെട്ടുപോയില്ലേ, രേവതി ലക്ഷ്മിയൊക്കെ ആണെങ്കിൽ ഭക്ഷണമൊക്കെ വിളമ്പി വെച്ച് നോക്കിയിരിക്കുകയായിരുന്നു സച്ചിനെ. സച്ചി വന്നിട്ട് കഴിക്കാൻ വേണ്ടി. സച്ചി വരുന്നത് 4 കാലയില്. ഇത് കണ്ട് അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുകയാണ് നമ്മുടെ രേവതി. എന്ത് ചെയ്യാൻ പറ്റും? ഏതായാലും സച്ചി കയറി അകത്തേക്ക് വന്നു. അകത്തേക്ക് കയറി വന്നത് വല്ലാത്ത സിറ്റുവേഷനിൽ തന്നെയാണ്. ഏതായാലും ഇവർക്കൊന്നും വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മോനെ വന്ന് ചോറ് കഴിക്കാനൊക്കെ പറഞ്ഞു. അപ്പൊ ചോറ് കഴിക്കാനൊക്കെ തുടങ്ങുമ്പോൾ എണ്ണിപ്പെറക്കിയാണ് ചോറ് കഴിക്കുന്നത്. അതിനിടയിലാണെങ്കിൽ സച്ചി മുതലാളി ആ വീടിന്റെ ഓണറിനെ ഇപ്പൊ കാണണം, എന്നിട്ട് ആ ഓണറിനോട് എനിക്ക് സംസാരിക്കണം, ആ ഓണറിനോട്
എനിക്ക് കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞു. കാരണം വേറെ ഒന്നുമല്ല, ഇവർ വന്ന് ഇറങ്ങിയപ്പോൾ ഇവർക്ക് വണ്ടി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ രേവതി പറഞ്ഞത് വണ്ടി എന്തോ വർക്ക്ഷോപ്പിൽ അങ്ങാണ്ട് കയറ്റിയേക്കുക, പണിയാൻ കയറ്റിയേക്കുക എന്നാ പറഞ്ഞത്. അപ്പൊ സച്ചി അവിടെ ഒരു നുണയാണല്ലോ പറഞ്ഞത് നമ്മുടെ രേവതി. അപ്പൊ അത് തിരുത്തി പറയണം, അപ്പൊ തന്നെ ആ ഓണറിനോട് തിരുത്തി പറയണം. ഈ കള്ളകത്ത് എന്നാ അറിയാലോ, നമുക്കെല്ലാ ധൈര്യം കിട്ടും, പറയാനുള്ളതെല്ലാം പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ്. സച്ചി അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു, നേരെ ആ ഓണറിന്റെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടി ഓടി ഇങ്ങനെ ചെല്ലാൻ തുടങ്ങുകയാണ്. അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി പുറകെ ഓടുക. രേവതി, ലക്ഷ്മിയും ദേവും ശരത്തും ഒക്കെ പുറകെ ഓടി ചെന്ന് തടഞ്ഞു നിർത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി എത്ര വരെ കാണിക്കുന്ന അറിയില്ല, ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എല്ലാ ശനിയാഴ്ചയും നമ്മള് പ്രമോ വിശേഷം ഒരു വീക്കിൽ, അതായത് 1 വീക്ക് പ്രമോ വിശേഷം ആയിരുന്നു ഇടുന്നത്. ഇന്ന് പ്രമോ വിശേഷം ഇടാത്തത് വേറെ ഒന്നും കൊണ്ടുമല്ല, നമുക്ക് ശനിയാഴ്ച ദിവസങ്ങളിൽ ഇപ്പൊ കഥയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നാളെ ഞാൻ 1 വീക്ക് പ്രമോ വിശേഷമായിട്ട് വരാമേ. പിന്നെ നമ്മളൊരു 9:30 ആകുമ്പം നയനുടെയും ആദർശിന്റെയും നാളത്തെ പ്രമോ വിശേഷമായിട്ട് വരാം. അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.